ഫുട്ബോൾ പ്രേമികളുടെ കണ്ണും കാതും മനസ്സുമെല്ലാം മെസ്സിയെ വരവേൽക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിൻ തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ശ്രീ ആന്റോ അഗസ്റ്റിൻ, ഗുഡ് ഈവനിങ്. ഈ പ്രൊജക്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ചില്ലറ കളികളല്ല, വമ്പൻ കളികളാണല്ലേ? മലയാളികൾക്ക് സന്തോഷം വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വിനീത. നമ്മുടെ കൊച്ചിയിൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീമും ഓസ്ട്രേലിയയും കൂടെ ഒരു സൗഹൃദ മത്സരം കളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്ന തുല്യമായ കാര്യമാണ്. അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. വലിയ വിജയം ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. നോക്കാം. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആന്റോ അഗസ്റ്റിൻ തന്നെ അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓസ്ട്രേലിയയാണ് എതിരാളികൾ അല്ലേ? അപ്പോൾ അത് തീരുമാനമായി. ഓസ്ട്രേലിയയാണ് നമ്മുടെ അർജന്റീനയ്ക്ക് എതിരാളിയായി വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. 24ാമത്തെ റാങ്കാണ് ഫിഫ വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്കുള്ളത്. അപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ 24ാം റാങ്കിങ്ങിലുള്ള ഓസ്ട്രേലിയ അർജന്റീനയായിട്ട് മാറ്റിവെക്കുക എന്ന് പറയുന്നത് വലിയ വിജയം നമുക്കിവിടെ കാണാം. ഒരു ആവേശം നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. അത് മാത്രമല്ല വിനീത, കഴിഞ്ഞ 14 കളികളായിട്ട് ഓസ്ട്രേലിയ ഒരു കളിക്ക് പോലും തോറ്റിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിൽ കൊച്ചിയിൽ കളി നടക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഓസ്ട്രേലിയക്ക് തോൽക്കാൻ കഴിയുക? അപ്പം ഒരു സൗഹൃദ മത്സരത്തിനപ്പുറം ഒരു വീറും വാശിയും തരുന്ന ഒരു വീരോട് കൂടിയിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും കൊച്ചിയിൽ നടക്കുക എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്റ്റേഡിയത്തിലാണ് ഉള്ളത്. അവിടെ സത്യം പറഞ്ഞാൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും സ്റ്റേഡിയം പുതുക്കി പണിയുകയാണല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു സ്റ്റേഡിയമായിരുന്നു. അതിൻ്റേതായ കുറേ അറ്റകുറ്റപ്പണികളും കുറേ നാളുകളായിട്ട് നമ്മൾ ഇന്റർനാഷണൽ മാച്ചുകൾ കളിക്കാത്തതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം നമ്മളിവിടെ ISL കളികളാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ അണ്ടർ 17 2017 നടത്തുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ അപ്ഡേഷൻസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചൊരു അണ്ടർ 17 കളിയിനേക്കാളും വലുതായിട്ട് തന്നെ ഇതിനെ നമ്മൾ കാണേണ്ടി വരും. ലോകകപ്പ് നടക്കുമ്പോൾ എങ്ങനെയായിരിക്കുമോ ഒരു സ്റ്റേഡിയത്തെ നവീകരിക്കേണ്ടത്, അതുപോലെ തന്നെ നവീകരിക്കേണ്ടത് ഈ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം നമുക്ക് അർജന്റീനയും ഓസ്ട്രേലിയ ആണെങ്കിൽ തന്നെ രണ്ട് ടീമും എന്താണ് പറയുക, ലോകകപ്പ് കളിക്കുന്ന ടീമാണ്. ലോകകപ്പിൻ്റെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ സ്ഥാനങ്ങൾ അലങ്കരിച്ചു വരുന്നതാണ് അർജന്റീന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ 25ാമത്തെ റാങ്കിങ് അലങ്കരിച്ച് വരുന്നതാണ്. അപ്പം അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഒരു ലോകകപ്പ് എങ്ങനെയാണോ കൊച്ചിയിൽ കാരണം ഇനി ആകെ 2026 ജൂൺ ജൂലൈയിലാണ് ലോകകപ്പ് നടക്കാൻ പോകുന്നത്. അപ്പം അതിന് മുൻപുണ്ടായിരുന്ന അവസാന ഫ്രണ്ട്ലി മാച്ചുകളാണ് കേരളത്തിന് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. ഫിഫ റാങ്കിൽപ്പെട്ട ഫിഫ വിൻഡോയിൽ കിട്ടിയത്. അപ്പം അതിനനുസരിച്ചുള്ള കളികളായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനനുസരിച്ച് സ്റ്റേഡിയം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ടാസ്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 30 ദിവസമാണ് നമുക്ക് നമ്മുടെ മുൻപിലുള്ളൂ. 30 ദിവസം കൊണ്ട് നമ്മളൊരു സ്റ്റേഡിയത്തെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ജോലിയാണ്. പക്ഷേ നമ്മളത് പൂർത്തീകരിക്കും. വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള ടീമുകൾ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മളത് എല്ലാ കാര്യങ്ങളുമായിട്ട് ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്പോർട്സ് മിനിസ്റ്ററുടെ യോഗത്തിൽ, കാരണം രാവിലെ തുടങ്ങി സ്പോർട്സ് മിനിസ്റ്റർ ഇവിടെ ഉണ്ട്, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് തീരുമാനമായിട്ട് അത് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒരു അന്താരാഷ്ട്ര ലെവലിലേക്കുള്ളൊരു കൊച്ചി സ്റ്റേഡിയം, കാരണം ഇപ്പോഴത്തെ സ്റ്റേഡിയം കണ്ടവർക്ക് ഇതിപ്പോൾ കണ്ടാൽ മതി. ഒരു മാസം കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയം ഇങ്ങനെ ആയിരിക്കില്ല. വലിയ മാറ്റങ്ങളുണ്ടാകും കൊച്ചി സ്റ്റേഡിയത്തിനകത്ത്. എന്തായാലും മുഖം മിനുക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി? നമ്മൾ അർജന്റീന ഓസ്ട്രേലിയ മാച്ച് എന്ന് പറയുമ്പോൾ അതൊരു വമ്പൻ മാച്ചാണ്. യഥാർത്ഥത്തിൽ ഒരു ലോക 11 ഒക്കെ അണിനിരക്കുന്ന വലിയ മത്സരമാണ്. അപ്പോൾ സ്റ്റേഡിയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? അതിന് 70 കോടിയോളം ചെലവ് വരുമല്ലേ? വലിയ മുതൽ മുടക്കുണ്ട് വിനീത. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം എങ്ങനെ പണിയാം എന്നുള്ളതിൻ്റെ എല്ലാവിധ പ്രിക്കോഷൻസ് നമ്മളിവിടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഫ്ലഡ് ലൈറ്റ് തുടക്കി എല്ലാ കാര്യങ്ങളും റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഒരു രീതിയിലുള്ള ഫ്ലഡ് ലൈറ്റ് അല്ല നമുക്ക് സത്യം പറയുന്നുണ്ടെങ്കിൽ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലുള്ളത്. അപ്പം ലൈറ്റ് തുടങ്ങി, എന്താ പറയുക, സീറ്റ് തുടങ്ങി, പിച്ച് തുടങ്ങി, സ്ട്രെങ്തനിങ് വർക്കുകൾ, അതുപോലെ തന്നെ പവലിയൻ്റെ വർക്കുകൾ, അതുപോലെ തന്നെ VIP എൻട്രികൾ, VIP പിന്നെ എന്താണ് ഏരിയ, ഹോസ്പിറ്റാലിറ്റി, അങ്ങനെ അതുപോലെയുള്ള VIP ലോഞ്ചുകൾ, അതുപോലെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻട്രി കണ്ട് ഈ പറയുന്ന കളി കണ്ട് തിരിച്ചു പോകാൻ വേണ്ട എല്ലാവിധ സംവിധാനങ്ങൾ, അതുപോലെ ഇവാക്യുവേഷൻ പ്ലാനിന് വേണ്ട കാര്യങ്ങൾ, പാർക്കിങ്ങിന് വേണ്ട കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഒരു 38 ഏക്കർ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുന്നത്. കാരണം നമുക്കത് ഫീൽ ചെയ്യാറില്ല.
38 ഏക്കർ സ്ഥലം നമ്മൾ ഇതുള്ളതാണ് കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്നുള്ളത്. പക്ഷേ 38 ഏക്കറും നമ്മൾക്ക് ഈ പറയുന്ന ഇന്റർനാഷണൽ മാച്ചിലേക്ക് വേണ്ടി വരും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എൻ്റെ ഈ പറയുന്ന 38 ഏക്കർ സ്റ്റേഡിയം ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയമായി ഉയർത്തുക എന്ന് പറയുന്നതാണ് ഈ 30 ദിവസം ഒരു ശ്രമകരമായ പണി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ എഞ്ചിനീയേഴ്സും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്ലാനും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം GCDAൻ്റെ ഭാഗത്താണെങ്കിലും ഗവൺമെൻറ് ഭാഗത്താണെങ്കിലും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കാരണം അവരെല്ലാം ടീം ഓഫ് എഞ്ചിനീയേഴ്സും ടീമും IAS IPS ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്ത് മിനിസ്റ്റർമാരടക്കമുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പം അബ്ദുറഹ്മാൻ മിനിസ്റ്റർ, രാജീവ് മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള രാജേഷ് മിനിസ്റ്റർ ഉണ്ട്, ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പം ഒരു കാര്യം പറഞ്ഞപ്പോൾ വാട്ടർ സപ്ലൈക്ക് നമുക്ക് പ്രശ്നമായിരുന്നു. അപ്പോൾ തന്നെ റോഷി മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ഒരു 30 ദിവസത്തിൽ ക്രോഡീകരിക്കുക എന്ന് പറയുന്നതാണ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ തന്നെ നടത്തുന്നുണ്ട്, സ്പോർട്സ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ തന്നെ നടത്തുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം നമ്മളൊരു സ്റ്റേഡിയം ഉണ്ട്, പക്ഷേ അത് നമ്മളതനുസരിച്ച് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇനി അങ്ങോട്ട് ഒരു ഇന്റർനാഷണൽ മാച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇനി അടുത്ത കാലങ്ങളിലെല്ലാം നമുക്ക് ഇന്റർനാഷണൽ മാച്ച്, ഞാൻ വിചാരിക്കുന്നത് ഈ മാച്ച് അവസാനിക്കുന്നതോടുകൂടി ഇനിയുള്ള ഈ ഫിഫ വിൻഡോ ഫ്രണ്ട്ലി മാച്ചുകൾ കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടും. അത് വലിയ വിജയമായിരിക്കും എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കേരള സ്പോർട്സ് ചരിത്രത്തിൻ്റെ മാറ്റം ചിലപ്പം ഈ മെസ്സിയോട് വരവരോടുകൂടി ഉണ്ടാവും, അല്ലെ അർജന്റീനയും ഓസ്ട്രേലിയ തമ്മിലുള്ള മാച്ചിനോടുകൂടി ഉണ്ടാവും. ഞാൻ ഇനി ഈ മെസ്സി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇനി അതെന്താണ്, ഇനി വരേണ്ടത് അർജന്റീന ഓസ്ട്രേലിയ ഫ്രണ്ട്ലി മാച്ചാണ്. അതിൻ്റെ അർജന്റീനയുടെ നായകൻ മെസ്സിയാണ് എന്നുള്ളതാണ്. അപ്പോൾ മെസ്സി അർജന്റീനയുടെ A ടീമാണ് കളിക്കാൻ വരുന്നത്. മെസ്സി അടങ്ങുന്ന ക്യാപ്റ്റനായിട്ടുള്ള A ടീമാണ് വരുന്നത്, ഓസ്ട്രേലിയ ടീമുമാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടുപേരും നമ്മളെ സംബന്ധിച്ചിടത്തോളം തുല്യരാണ്. അപ്പോൾ ഒരു മാച്ചിനെ അങ്ങനെയാണല്ലോ നമ്മൾ തുല്യ ശക്തികൾ ഏറ്റുമുട്ടുക എന്നുള്ള നിലയിലേക്ക് ഒരു മാച്ചിനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ നിമിഷവും കൂടിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നത്. ആ ഫ്രണ്ട്ലി മാച്ച് കേരളത്തിൽ നടക്കുന്നു. അതിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ക്രോഡീകരിക്കാൻ റിപ്പോർട്ടർ TVക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിൽ അഭിമാനിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണുന്നത്. വിനീത, എങ്ങനെയായിരിക്കും 30 ദിവസത്തിന് ശേഷം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്നത് ഞങ്ങളുടെ AR/VR ഗ്രാഫിക്സ് ടീമിലെ ഉമേഷ് തയ്യാറാക്കിയ വീഡിയോ ആണത്. ഇതാ ഇങ്ങനെ ഇരിക്കും എന്ന് തന്നെ നമ്മൾ പറയണം. ശ്രീ ആൻഡോ അഗസ്റ്റിൻ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും വേൾഡ് കപ്പിലൊക്കെയാണ് നമ്മൾ ഇത്തരം സ്റ്റേഡിയങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാവർക്കും ആശങ്ക ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലേ മെസ്സി എന്നതാണ്. എത്ര പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് കാണികളെ? 50,000-ത്തിലധികം, എനിക്ക് തോന്നുന്നു 58,000-ത്തിലധികം സീറ്റ് കപ്പാസിറ്റിയുടെ സ്റ്റേഡിയമാണ് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം. ഇതിൻ്റെ 50,000 സ്റ്റേഡിയം കപ്പാസിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് വിശദീകരണം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 50,000-ത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ സ്റ്റേഡിയത്തിലില്ല. അതിന് വേണ്ട പ്രശ്നങ്ങൾ എല്ലാ പരിഹാര സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ഒരു രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലാതെ തന്നെ നമുക്ക് 50,000-ത്തിലധികം ആൾക്കാരെ പങ്കെടുപ്പിക്കാം. 50,000 എങ്കിലും ഈസിയായി തന്നെ പങ്കെടുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാ നമ്മൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ ടിക്കറ്റ് തരുമോ, ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് തരുമോ, എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്? ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, കൊച്ചിയിലുള്ള എൻ്റെ മകൻ ലോൺ എടുത്തിട്ട് മെസ്സിയെ കാണാൻ പോകുമോ എന്നൊക്കെയാണ് പറയുന്നത്. ലോൺ എടുക്കേണ്ടി വരുമോ? അടുത്തിടെ ചില പ്രചാരണങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ടിക്കറ്റ് നിരക്കുകൾ എങ്ങനെയാണ് ടിക്കറ്റ് കിട്ടുക, അക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടോ ഇപ്പോൾ? വിനീത, നമ്മൾ ടിക്കറ്റ് റേറ്റിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. നമ്മൾ പറയുന്നതൊന്നും അല്ല പുറത്ത് വന്നിട്ടുള്ളത്, നമ്മളങ്ങനെ പറഞ്ഞിട്ടുമില്ല. എനിക്ക് തോന്നുന്നു 50 ലക്ഷത്തിൻ്റെ ടിക്കറ്റും 1 കോടിയുടെ ടിക്കറ്റും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ ധാരണയിൽ എത്തിയിട്ടില്ല. നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ടിക്കറ്റ് റേറ്റ് പുറത്തു വിടും എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ എല്ലാവർക്കും കാണാവുന്ന രീതിയിലുള്ള ഒരു ടിക്കറ്റ് ചാർജ് ആയിരിക്കും. കാരണം നമ്മൾ ബൈയിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്, കേരളത്തിലെ എല്ലാവരും തന്നെയാണ്. അപ്പം നമുക്ക് വളരെ കുറഞ്ഞ ആൾക്കാർക്കാണ് നമുക്ക് കപ്പാസിറ്റി കുറവുള്ളത്. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള അഫോർഡബിളായ ടിക്കറ്റ് സംവിധാനം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുകയും ചെയ്യുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ കേരളത്തിലെ ഫുട്ബോളിനെ, സ്പോർട്സിനെ ഉയർത്തുക എന്നുള്ള റിപ്പോർട്ടർ TVയുടെ ഇനിഷ്യേറ്റീവും കൂടെയാണ്. അപ്പം റിപ്പോർട്ടർ TV മുതൽ മുടക്കുന്ന പണം തിരിച്ചു കിട്ടുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇതിൽ നിന്നൊരു ലാഭം കൊയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടല്ല റിപ്പോർട്ടർ TV ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചുള്ള ടിക്കറ്റിംഗ് ചാർജുകളായിരിക്കും ഉണ്ടാവുക. നമ്മളെ സംബന്ധിച്ച് അറിയാം 50,000 ടിക്കറ്റേ നമ്മുടെ മുൻപിലുള്ളൂ എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ 50,000 ടിക്കറ്റ് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഒന്നും അല്ല എന്നുള്ളതും അറിയാം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു. ഇപ്പോൾ VIP ആൾക്കാരെയും VVIP ആൾക്കാരെയും ഒക്കെ ഉൾപ്പെടുത്താനും
അതുപോലെ തന്നെ സാധാരണക്കാരെ ഉൾപ്പെടുത്താനും പറ്റുന്ന ഒരു സ്ട്രക്ചറൽ പ്ലാൻ ആയിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതനുസരിച്ച് നമ്മളൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അല്ലാതെ നമ്മൾ പറയുന്ന പോലെ 50 ലക്ഷത്തിന് ടിക്കറ്റ്, 1 കോടിയുടെ ടിക്കറ്റ് എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് വരുന്നതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും. പക്ഷേ നമുക്ക് VVIP ടിക്കറ്റുകളുണ്ട്, അത് വളരെ ചുരുക്കം നമ്പേഴ്സൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതും ഈ വലിയ ലെവലിലേക്ക് പോവുക എന്നുള്ളതൊന്നും നമ്മുടെ മനസ്സിൽ പ്ലാനിങ്ങുകളില്ല. അപ്പോൾ സാധാരണ ഗവൺമെൻറ്റിനും സർക്കാരിനും നമ്മൾക്കും അതുപോലെ മുതൽ മുടക്ക് തിരിച്ചു കിട്ടുക എന്നുള്ള ലെവലിലേക്കൊക്കെ തന്നെ ഇതിനെ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇത് വെച്ച് ഒരു വലിയ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ടൂറിസം ഡെവലപ്പ് ചെയ്യണം, കേരളത്തിലെ എന്താ പറയുക നമ്മുടെ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി കേരളത്തിലെ സ്പോർട്സ് ചരിത്രം മാറണം എന്നുള്ളതാണ്. അപ്പം അത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം അല്ലേ. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏക കാര്യം എന്ന് പറയുന്നത് എന്താണ്, എല്ലാവർക്കും കാണാനുള്ള സാഹചര്യം ഒരുക്കുക, എല്ലാവരും സുരക്ഷയോടുകൂടി കാണാനുള്ള സാഹചര്യം ഒരുക്കുക, അതിനനുസരിച്ച് ഫെസിലിറ്റി നമ്മൾ ഉണ്ടാക്കുക. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, നമ്മൾ ഈ 10-70 കോടി രൂപ മുടക്കി ഒരു സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ഭാവി വരുന്ന തലമുറയ്ക്ക് നമ്മൾക്ക് എന്താ ഈ ഒരു ഇന്റർനാഷണൽ മാച്ച് കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഇനി എന്താണ്, ഇനി അങ്ങോട്ട് ഫ്രണ്ട്ലി മാച്ചുകളുടെ കളിയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇനി 2026 ലോകകപ്പ് കഴിഞ്ഞാൽ എല്ലാം ഇഷ്ടംപോലെ വിൻഡോകൾ ഉണ്ടാവും. ആ വിൻഡോകൾ ഇന്ത്യയിൽ കളിക്കാൻ ഒരു സാഹചര്യം റിപ്പോർട്ടർ TV മുഖാന്തരം കേരള ഗവൺമെൻറ് മുഖാന്തരം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ മാറ്റമാണ്. നമ്മുടെ ഇക്കണോമിക്ക് തന്നെ ഒരു വലിയ മാറ്റം. ഈ അർജന്റീന പോലെ ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അർജന്റീന നടക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവിടുത്തെ സ്പോർട്സിൽ നിന്ന് വരുമാനം കൊണ്ടാണ്. പല രാജ്യങ്ങളും ആ രാജ്യം മുന്നോട്ട് പോകുന്നത് സ്പോർട്സിൽ നിന്ന് വരുമാനം കൊണ്ടാണ്. അപ്പോൾ അതുപോലെയുള്ള വരുമാനം നമുക്ക് കേരളത്തിലേക്ക് എത്താൻ കഴിയണം. നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും, ടൂറിസവും സ്പോർട്സുമാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 2 സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 വിഭാഗങ്ങൾ ഒന്നിച്ച് നിൽക്കാനുള്ള ഏറ്റവും സാഹചര്യമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് വേണമെങ്കിൽ കേരളത്തെ പറയാം, അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ നമ്മൾ ക്രോഡീകരിക്കാൻ ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ളതാണ് ഇതിനെ കാണേണ്ടത്. അപ്പം ഇതിനകത്ത് സഹായിക്കാൻ കഴിയുന്ന രീതിയിലെല്ലാം റിപ്പോർട്ടർ TV സഹായിക്കും, എടുക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ഇനിഷ്യേറ്റീവ് റിപ്പോർട്ടർ TV എടുക്കും. അത് ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ നിരന്തര യോഗങ്ങൾ നടക്കുന്നുണ്ട്. മന്ത്രിമാരുടെ സ്പോർട്സ് മിനിസ്റ്ററൊക്കെ ഇതിനു വേണ്ടി മാത്രം മാറി നിന്ന് കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പം ഒരു ലോക ഉത്സവമാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന കേരളത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരു 10 ദിവസം എന്ന് പറയുന്ന ഒരു ലോകത്തിൻ്റെ ഏറ്റവും നല്ല ഉത്സവം കേരളത്തിൽ നടക്കുന്നതായിട്ട് നമ്മളിതിനെ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും പ്രശസ്തനായ വ്യക്തി, മലയാളികൾ ഫുട്ബോൾ പ്രേമികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് മെസ്സി. ഒപ്പം ലോകകപ്പ് നേടിയ അർജന്റീന ടീമാണ്. ആ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ശ്രീ ആൻഡാഗസ്റ്റിൻ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയ കൂടി എത്തുമ്പോൾ ഏതാണ്ട് വമ്പന്മാരുടെ ഒരു വലിയ പോരാട്ടം എന്ന നിലയ്ക്ക് മാറുകയും ചെയ്യും. ശ്രീ ആൻഡാഗസ്റ്റിൻ, അതുപോലെ തന്നെ നമ്മൾ ഒരു മാച്ച് നടത്തി അതിൽ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, കേരളത്തിൽ ആകെ ഫുട്ബോളിനെ വളർത്തിയെടുക്കുന്നതിന് കൂടി സഹായകരമാകുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള കൊച്ചു കേരളത്തിൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം എല്ലാ ജില്ലകളിലും സ്പോർട്സിനെ ഉത്തേജിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു സ്പോർട്സ് ഇവൻറ്റിലേക്ക് അപ്പുറം ഇതൊരു ഫുട്ബോൾ ഇവൻ്റാണ്. അപ്പോൾ നമുക്ക് എത്തിക്കാവുന്നത്ര സ്കൂളുകളിൽ, എത്തിക്കാവുന്നത്ര ക്ലബ്ബുകളിൽ എല്ലാം നമ്മൾ ഫുട്ബോളുകൾ എത്തിക്കണം, ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം, ഇവൻറ്റുകൾ നടത്തണം എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് സഹായത്തോടു കൂടി നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു 1,60,000-ലധികം ഫുട്ബോളുകൾ നമ്മൾ കേരളത്തിൽ വിതരണം ചെയ്യാൻ പോവുകയാണ്. കാരണം അത്രയും സ്കൂളുകളും അത്രയും ക്ലബ്ബുകളും ഇല്ല. പക്ഷേ എന്താണ്, ഇതിനോട് താല്പര്യമുള്ളവർക്ക് എല്ലാവരും കയ്യിൽ ഫുട്ബോൾ കളിക്കാൻ കഴിയണം എന്നുള്ളതാണ്. കാരണം ഇതൊരു അവരൊരു എനർജി ബൂസ്റ്റപ്പ് ആയിരിക്കണം. കാരണം ഞാനും ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് തോന്നാൻ കഴിയണം കേരളത്തിലെ ജനങ്ങൾക്ക്. കാരണം ഇതൊരു ചാനൽ നടത്തുന്ന പരിപാടിയല്ല, ഇതൊരു ഗവൺമെൻറ് മാത്രം നടത്തുന്ന പരിപാടിയല്ല, കേരളത്തിന് ഉത്സവമാണ്. അപ്പം ഞാൻ എപ്പോഴും മറ്റുള്ള ചാനലുകളൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് റിപ്പോർട്ടർ TVയുടെ പരിപാടിയായിട്ട് അതിനെ കാണരുത്. കാരണം എന്താണ്, ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണണം. കാരണം എത്ര നാൾ ഏതൊക്കെ ചാനൽ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ എക്കണോമി വളരുക, ഒരു സ്റ്റേറ്റിൻ്റെ എക്കണോമി വളരുക എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ട കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ എല്ലാ സ്പോർട്സ് ക്ലബ്ബുകളെ, എല്ലാ സ്കൂളുകളിലെ എല്ലാ സംവിധാനങ്ങളും, സ്പോർട്സുമായി ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉത്തേജിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഈ വരുന്ന ഒരു മാസമായിട്ട് നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റോഡ് ഷോകളുണ്ട്, അതുപോലെ തന്നെ വലിയ കട്ടൗട്ടുകളുണ്ട്, ബലൂണുകളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ആർട്ട് വർക്കുകളുണ്ട്, അതുപോലെ തന്നെ സാൻഡ് ആർട്ടുകളുണ്ട്. അതുപോലെ ഏറ്റവും ലോകകപ്പിന് വേണ്ടി നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ പാകത്തിനുള്ള ഫുട്ബോൾ ജഗ്ലിങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. റോഡ് ഷോ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ പ്ലാൻ നമ്മുടെ മുന്നിൽ ഈ പറയുന്ന 30 ദിവസത്തേക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം 30 ദിവസത്തെ പ്ലാൻ വിജയിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ കേരളത്തിൽ എല്ലാ വർഷവും ഒരു 30 ദിവസം നടക്കുന്ന സ്പോർട്സ് ഇവൻറ്റുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം
അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു എല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചാൽ കേരളത്തിൻ്റെ ഒരു സ്പോർട്സിനെ കണ്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു വികസനം ആലോചിക്കുന്ന കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറമായിട്ട് എല്ലാവരും ഇതിൻ്റെ ഒരു ഒത്തുപിടിച്ച് നിന്നാൽ ഇതൊരു മഹാ ഉത്സവമായി മാറും എന്നുള്ളതാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. പക്ഷേ എന്താണ്, ഇതിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരാം. കാണികളെ ഏതാണ്ട് 50,000 പേരെ ഉൾക്കൊള്ളുമെന്ന് ഉറപ്പാണ്. അതിൽ മെസ്സിയും അർജന്റീന ടീമും ഇപ്പോൾ ഓസ്ട്രേലിയയും ഒക്കെയാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും പല പ്രമുഖരായ വ്യക്തികളും എത്തുമല്ലേ. ആരൊക്കെയായിരിക്കും എന്നത് ഏതായാലും സർപ്രൈസ് ആയിരിക്കും. പക്ഷേ VIP പവലിയൻ ഗാലറി ആ രീതിയിലൊക്കെ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ടല്ലേ? വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള രാജകുടുംബ അംഗങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഉള്ള വ്യവസായ പ്രമുഖർ, അതുപോലെയുള്ള മറ്റുള്ള കേന്ദ്രമന്ത്രിമാർ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തുടങ്ങി നമ്മളിപ്പോൾ പ്രധാനമന്ത്രി തുടങ്ങി എല്ലാവരും നമ്മൾക്ക് ഈ പരിപാടി പങ്കെടുക്കാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ലോക നേതാവിന് വരെ ഒരു ഫ്രണ്ട്ലി മാച്ചിനെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ഫ്രണ്ട്ലി മാച്ച് നടത്തുന്നതെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങൾ 4,000 കോടി 5,000 കോടി രൂപയാണ് സത്യം പറയുന്നത് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാറ്. അത് രാജ്യം തന്നെ മാറ്റിവെക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഫിനാൻഷ്യൽ ബാക്കപ്പുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലില്ല. കാരണം നമ്മൾ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അത്രയും പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എന്താണ്, പല രാജ്യങ്ങളും ഈ സ്പോർട്സിന് വേണ്ടി 10-4,000 ഒരു ഫ്രണ്ട്ലി മാച്ച് ഒരു രാജ്യം മാറ്റി വെക്കും 4,000 കോടി രൂപയൊക്കെയാണ്. അപ്പോൾ 4,000 കോടി രൂപയൊക്കെ മാറ്റി വെച്ച് ഒരു ഫ്രണ്ട്ലി മാച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലോകം മുഴുവൻ എത്തുന്നുള്ളതാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എത്തും. ഫുട്ബോളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെസ്സി എന്ന ആരാധന ഒരു കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഫാൻസ് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ഫാൻ ബേസിൽ നിൽക്കുന്ന ആളാന്നുള്ള നിലയ്ക്കാണ്. കാരണം അദ്ദേഹത്തിന് എത്ര ഫാൻസ് ഉണ്ടെന്ന് പറയാൻ ലോക ജനങ്ങളിനകത്ത് 70% മെസ്സിയുടെ ഫാൻസാണ്. കാരണം 30% മാത്രമേ മാറ്റി നിൽക്കുന്നുള്ളൂ. അപ്പം മെസ്സി പോലെ ലോകത്തെ 70% ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ 70% ആരാധിക്കുന്ന ഒരു കളിക്കാരൻ ഒരു കേരളത്തെ പോലൊരു സ്ഥലത്ത് എത്തുമ്പോൾ അത് ആ ലോകത്തെ 70% ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുപോലെയുള്ള ഇവന്റുകൾ സംഘടിപ്പിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഖത്തർ ലോകകപ്പ് കണ്ടു. ഖത്തറൊക്കെ ചെറിയ രാജ്യമാണ്. എന്തുകൊണ്ടാണ് ഖത്തർ ചെറിയ രാജ്യം ഒരു ലോകകപ്പ് സംഘടിപ്പിക്കുന്നത്? ഖത്തർ എന്ന രാജ്യത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമാണ്. നമ്മുടെ കേരളത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ നേട്ടമായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ലോകത്തെ ഏത് നേതാക്കന്മാർക്ക് വരാം. അതുകൊണ്ട് VIP ഉള്ള ഒരു നീണ്ട നിര ഉണ്ടാവും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല വിനീത. അപ്പോൾ ശ്രീ ആന്റോ അഗസ്റ്റിൻ, മെസ്സി വരുമോ എന്ന് ചോദിച്ചത് മെസ്സി എത്താൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാ ആശംസകളും. ഇനി കൂടുതൽ ഊർജത്തോടെ നമ്മൾ വരും ദിവസങ്ങളിൽ ഈ ജോലികൾ തീർക്കുക എന്നതാണ് പ്രധാനം, അല്ലേ? വിനീത, നമ്മുടെ കൂടെ റിപ്പോർട്ടർ TVയുടെ കൂടെ ഗോകുലം ഗ്രൂപ്പും കൂടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സപ്പോർട്ടായിട്ട് ഉള്ളത്. ഇപ്പം ഗോപാലേട്ടൻ്റെ കൂടെ നമ്മൾ ഞാൻ കുറേ നാളുകളായി ബിസിനസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഗോകുലവും നമ്മൾ കൂടി ഒരു വലിയ മാറ്റം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് വരുത്തണം ഈ ഫുട്ബോളിൽ എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഞാൻ പറഞ്ഞത് ഗോപാലേട്ടനോട് സംസാരിച്ച സമയത്ത് എല്ലാ കാലത്തും മെസ്സി വരുമോ എന്ന് ചോദിച്ചു നമ്മളെ വിനീത ഇപ്പം മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം പറയുന്നത് മെസ്സി വരില്ല എന്ന് വരുന്ന സ്റ്റേജിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരെ നമ്മുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അതിന് നിന്ന ഒരാൾ ഗോപാലേട്ടനാണ്. അപ്പം ഗോപാലേട്ടനെ പോലെ ഒരാൾ ഗോകുലം കൂടെ നമ്മുടെ കൂടെ ഇതിൻ്റെ പാർട്ടാണ്. അപ്പം അതുകൂടെ കൂടി നോക്കുമ്പോൾ എല്ലാവരും നമ്മളെ എന്താണ് പറയുന്നത്, മെസ്സി വരില്ല എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കാനും മോശക്കാരാക്കാനും മിനിസ്റ്റർ ചെയ്ത് നമ്മളെയൊക്കെ മോശക്കാരാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും മെസ്സി വരും, മെസ്സി വരാതിരിക്കില്ല. നമ്മൾ ഓൾറെഡി എഗ്രിമെൻറ്റ് വെച്ചതാണ്, നമ്മളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും മെസ്സി വരും എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ അന്നും എടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റമാണ് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് വരാൻ പോകുന്നത്. ആ മാറ്റം നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്, അതിന് എന്തൊക്കെ മുൻകരുതൽ നമ്മൾ എടുക്കണോ ആ മുൻകരുതൽ നമ്മൾ എടുക്കുക. അപ്പോൾ ഇനി വരില്ല എന്നുള്ളൊരു ചർച്ച വേണ്ട. മെസ്സി വരും, മെസ്സി കളിക്കും. മെസ്സിൻ്റെ കൂടെ എന്തായാലും വലിയ പാട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കേരളത്തിൽ ഇന്നേ വരെ കാണാത്ത, സൗത്ത് ഇന്ത്യയിൽ കാണാത്ത, ഇന്ത്യയിൽ ഇന്നേ വരെ പാടാത്ത ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ വലിയ ഇവൻ്റാണ്. അപ്പം ഫുട്ബോൾ കളീനെ മാത്രമായിട്ട് ഇതിനെ കാണണ്ട. ഫുട്ബോൾ കളിക്ക് മുൻപ് ഒരു ലോകകപ്പിൻ്റെ ഇനാഗുറേഷൻ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ ഒരു വലിയ ഇനാഗുറേഷനും കൂടെ നടക്കും. ആ ഇനാഗുറേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരാൾ പോലും മിസ്സാവരുത്. മിസ്സായാൽ അത് അവർക്ക് നഷ്ടമാവും എന്നുള്ളതായിരിക്കും എൻ്റെ അഭിപ്രായം. കാരണം അതിനകത്ത് അത് നമുക്ക് വില പതിക്കാൻ കഴിയില്ല. നമുക്ക് എല്ലാ പ്രാവശ്യവും അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഒരു വലിയ മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ആഘോഷമായിട്ട് ഇതിനെ കാണുക എന്നുള്ളതാണ്, അങ്ങനെ തന്നെ കാണുകയും വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, എന്തൊക്കെയാണ് സർപ്രൈസുകൾ എന്ന് ശ്രീ ആന്റോ അഗസ്റ്റിൻ പറയുന്നില്ല. പക്ഷേ
എന്തായാലും വമ്പൻ കളികൾ തന്നെയാണ് കാണാൻ പോകുന്നത്. വളരെയധികം നന്ദി ശ്രീ ആന്റോ അഗസ്റ്റിൻ, റിപ്പോർട്ടർ TV MD ആണ്. എങ്ങനെയാണ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഓസ്ട്രേലിയ അർജന്റീന മാച്ചിനായി ഒരുക്കുന്നത് എന്ന് വിശദമായി തന്നെ നമ്മളോട് പറഞ്ഞത്. ഒപ്പം ലോകത്തിന്റെ കായിക ഭൂപടത്തിൽ കേരളത്തെയും അടയാളപ്പെടുത്താൻ പോകുന്നതായിരിക്കും ഈ മാച്ച് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും മെസ്സിയെ കാണാൻ അവസരമുണ്ടാകും, കളി കാണാൻ അവസരമുണ്ട്. അതല്ലാതെ മറ്റ് ഇവന്റുകൾ മെസ്സിയെ കാണാനും ഒക്കെ ഒരുക്കുന്നുമുണ്ട്. നമുക്ക് ഏതായാലും അതിന്റെ വിശേഷങ്ങൾ വിശദാംശങ്ങളൊക്കെയാണ് ശ്രീ ആന്റോ അഗസ്റ്റിൻ പങ്കുവച്ചത്.